ക്ലാസ്സിന് എടുക്കാം. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ആർ എൻകോഡേഴ്സ് ആൻഡ് ഡീകോഡേഴ്സ്. ഓക്കെ, സോ തേർഡ് മോഡ്യൂളില് കോമ്പിനേഷണൽ സർക്യൂട്ട്സ്, അതിൽ ആഡേഴ്സ്, സബ്ട്രാക്ടേഴ്സ്, സർക്യൂട്ട്സ് ഒക്കെ കണ്ടത് നിങ്ങൾ. പിന്നെ മൾട്ടിപ്ലക്സേഴ്സും ഡിമൾട്ടിപ്ലക്സേഴ്സും പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് എൻകോഡേഴ്സ് ആൻഡ് ഡീകോഡേഴ്സ് ആണ്. സോ ഫസ്റ്റ് വി ക്യാൻ ഡിസ്കസ് എൻകോഡർ. സോ എൻകോഡേഴ്സ് ആർ കോമ്പിനേഷണൽ സർക്യൂട്ട്. ഇതൊക്കെ കോമ്പിനേഷണൽ സർക്യൂട്ട്സിന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. സോ ഫസ്റ്റ് ഇസ് എൻകോഡർ. An encoder is a device which converts familiar numbers or symbols into coded format. Okay, that is, we are converting encoders. We are converting our familiar numbers or symbol into a coded format. That process is called encoding. Or we can say an encoder is a device that converts familiar numbers or symbol into coded format. അത് ഈസി ആയിട്ട് മനസ്സിലാവാൻ ഓർത്ത് വെക്കാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കീബോർഡ്, കമ്പ്യൂട്ടറിന്റെ കീബോർഡിൽ നമ്പേഴ്സ്, ലെറ്റേഴ്സ്, സിമ്പിൾസ് അതൊക്കെ നിങ്ങൾക്ക് ഫെമിലർ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ബട്ട് അതൊരു കോഡഡ് ഫോമാറ്റിൽ കൺവേർട്ട് ചെയ്താലേ കമ്പ്യൂട്ടർ മനസ്സിലാവുള്ളൂ അല്ലെ. ബൈനറി ആയിരിക്കണം. ഓർ വി ക്യാൻ സേ നമ്മുടെ ആസ്കി കോഡാണ് കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്. സോ ഓരോ ലെറ്റേഴ്സിനും ഓരോ നമ്പേഴ്സിനും നിങ്ങൾ ആസ്കി പഠിച്ചപ്പം പറഞ്ഞിട്ടുണ്ടല്ലേ, ഓരോ 7-bit കോഡ് ഉണ്ട്. അപ്പൊ നമ്മൾ ആക്ച്വലി ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിംഗ്ലി ആ ഒരു 7-bit കോഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് പോകുന്നത്. ഓക്കെ, ബട്ട് നമ്മുടെ ഫെമിലിയർ നമ്പർ ഫോമാറ്റ് എന്ന് പറയുന്നത് ഈ നമ്പേഴ്സും ലെറ്റേഴ്സും ഒക്കെയാണ്. ബട്ട് കമ്പ്യൂട്ടറിന് ആപ്റ്റ് ആയിട്ടുള്ളത് ആ ബൈനറി ഫോമാറ്റ് ആണ്. സോ ഓരോ കീ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോഴും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ഒരു ബൈനറി കോമ്പിനേഷൻ ആയിട്ടാണ് കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നത്, ആ ഇൻപുട്ട് ആക്സസ് ചെയ്യുന്നത്. സോ ആക്ച്വലി ദാറ്റ് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് എൻകോഡർ. ദാറ്റ് ഈസ് encoder as a device which convert familiar numbers or symbols into coded format. Okay, so our familiar numbers are converted into coded format. And generally, we can say an encoder has 2 raised to n number of input lines. Okay, 2 raised to n number of input lines, and only one of them is activated at a given time. So for a particular encoder, there will be 2 raised to n number of input lines, and one of them will be activated at a given time. And it produces an n-bit output code depending on which input is activated. Okay, അപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇൻപുട്ടേ അറ്റ് എ ടൈം ആക്ടിവേറ്റ് ചെയ്യുന്നുള്ളൂ. ദർ വിൽ ബി 2 raised to n ഇൻപുട്ട് ലൈൻസ്. സോ ഏത് ഇൻപുട്ടാണോ ആക്ടിവേറ്റ് ആവുന്നത് അതിന് കറസ്പോണ്ടിംഗ്ലി ഒരു n-bit കോഡ് ഔട്ട്പുട്ടിൽ ജനറേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, സേ നമ്മുടെ ഞാൻ ഇപ്പൊ എ എന്ന് പറഞ്ഞ ഒരു ലെറ്റർ, അതാണ് ഒരു ഇൻപുട്ട്. അപ്പൊ നമുക്ക് ഇത്രയും കീബോർഡ്സിൽ ഇത്രയും ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇൻപുട്ട് എന്ന് വിചാരിക്കുക. അതിൽ നിന്ന് വൺ ഓഫ് ദ ഇൻപുട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ട് ഒരു n-bit കോഡ്. പാസ്കിയിലാണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി ഒരു 7-bit കോഡ് ജനറേറ്റ് ചെയ്തിട്ടാണ് കമ്പ്യൂട്ടർ അത് ഇൻപുട്ട് ആയിട്ട് എടുക്കുന്നത്. സോ സെയിം പ്രോസസ്, എൻകോഡർ വിൽ ബി ഹാവിംഗ് 2 raised to n number of input lines, and only one of them will be activated at a given time, and corresponding to the input which is activated, this encoder will produce an n-bit output code. Okay, now we can see the general representation or block diagram of encoder. That is, here we have shown A0, A1, A2, etc. AM-1, that are m inputs. M number of inputs will be there, or we can say 2 raised to n number of inputs will be there. Okay, and output, there are n-bit output code. Okay, so at the output side you will be having n bits. So more properly നമുക്ക് പറയാം, this m will be, that is number of inputs will be equal to 2 raised to n. Okay, so we will be having m input lines, only one of them will be high at a particular time. Okay, and corresponding to the input that activated, an n-bit code will be produced at the output. എന്താണ് എൻകോഡർ എന്ന് മനസ്സിലായോ?
എൻകോഡർ എന്താന്ന് മനസ്സിലായോ? അതായത് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ആക്ടിവേറ്റ് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കോഡ്, ഒരു എൻബിറ്റ് കോഡ് ഔട്ട്പുട്ടിൽ ജനറേറ്റ് ചെയ്യും. എൻകോഡറിന്റെ ഫംഗ്ഷൻ മനസ്സിലായോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യും കുട്ടികളെ. Now നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം, അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആവും. We can consider an 8 line to 3 line encoder. C, m equal to 8, n equal to 3. Or we can say number of output lines. Here 3 line, 8 line to 3 line encoder means it will be having 8 inputs and 3 output. നമ്മൾ മക്സ് റെപ്രസെന്റ് ചെയ്യുന്ന 8/3 എൻകോഡർ എന്നും പറയും. ഓക്കെ, 8/3 എൻകോഡർ എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഓർ ഇതിന് നമുക്ക് ഒക്ടൽ ടു ബൈനറി എൻകോഡർ എന്ന് പറയാം. അതിന്റെ റീസൺ നമുക്ക് അത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം എന്തുകൊണ്ട് ഒക്ടൽ ടു ബൈനറി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ഇതിൽ നോക്ക്, 8 line to 3 line encoder. So 8 line to 3 line encoder accepts 8 input lines. So it will be having 8 input lines and produces 3-bit output code corresponding to the activated input. Okay, that is, we can say, if you are considering an 8/3 encoder, that will be having 8 input lines. Okay, 8 input lines will be there and 3 output lines. So this is the basic structure of an 8/3 encoder. So among these 8 input lines, at a time we are activating any one of them, and correspondingly a 3-bit code is generated. Okay, that is the meaning of 8 line to 3 line encoder. It accepts 8 input lines and produces a 3-bit output code corresponding to activated input. Okay, now let us consider these 8 inputs. See the table. We are considering that you will be having 8 input lines, right? So we are representing like this: 0, 1, 2, 3, 4, 5, 6, and 7. Okay, so these are the 8 input lines. We are representing that as D0, D1, D2, D3, D4, D5, D6, and D7. Okay, so for these 8 input lines, I can represent as first line D0, then second line D1 up to D7. You will be having 8 input lines. Okay, and correspondingly 3 output lines that are represented as A2, A1, and A0. Okay, so this is the basic structure. Output lines A2, A1, A0, input lines D0 to D7. Okay, so this is the 8 line to 3 line encoder function. So what will happen if you are activating first line corresponding to D0? This will produce all 0 combination. That is, നമ്മൾ ഇതിന്റെ corresponding ആയിട്ടുള്ള decimal എടുത്ത് അതിന്റെ binary equivalent 0, 0, 0. It will produce 0, 0, 0. And if you are activating second line, that is D1, then it will produces the binary code of 1, that is 0, 0, 1. Okay, and if you are activating third line, that is D2, it will produces an output 0, 1, 0. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ഒരു സ്ട്രക്ചറിൽ ഹിയർ യു വിൽ ബി ഹാവിങ് 8 ലൈൻസ്. സോ ഇതാണ് ഇവിടെ എന്താ ചെയ്തത്, നമ്മളിവിടെ D0 ഇപ്പൊ പറഞ്ഞ എക്സാമ്പിളിൽ വി ആർ റെപ്രസെന്റിങ് ആസ് D0, D1, D2, etc. up to D7. We are representing up to D7, right? And here you will be having 8 inputs only and 3 outputs. ഇപ്പൊ ഈ 3 outputs ഉള്ളൂ എന്ന് വെച്ചോ, അതാണ് നമ്മൾ A2, A1, A0 ആയിട്ട് റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ ഇതിന് അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു ലൈൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. സോ ഈ ലൈൻ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇറ്റ് വിൽ ബി 0, 0, 0. ഓക്കെ, ഏതെങ്കിലും ഒരെണ്ണം ആക്ടിവേറ്റ് ചെയ്യുള്ളൂ.
ഇനി ഇതാണ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ബി 001. ഓക്കെ, അപ്പൊ ആ കണ്ടീഷൻസ് ആണ് ഈ ടേബിളിൽ കാണിച്ചേക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു ഈച്ച് ഇൻപുട്ട് ലൈൻസ്. സോ 8 ഇൻപുട്ട് ലൈൻസ് ഉണ്ട്. ഏത് ഇൻപുട്ട് ലൈനാണോ ആക്ടിവേറ്റ് ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഈ ലാസ്റ്റ് ഇൻപുട്ട് D7 ആണ് ആക്ടിവേറ്റ് ചെയ്തതെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ബി 111. സോ കറസ്പോണ്ടിങ് ടു ഈച്ച് ഇൻപുട്ട് ദർ വിൽ ബി എ കോമ്പിനേഷൻ, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് വിൽ ബി എ കോമ്പിനേഷൻ ഓഫ് bits. For 8 line to 3 line encoder, you will be having 8 input lines and 3 output lines, and corresponding to each input line, it will produce a 3-bit combination at the output. മനസ്സിലായോ? ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ബാക്കിയുള്ളവർക്കോ? ഇനി നൗ വി ഹാവ് ടു കൺസിഡർ ദ സർക്യൂട്ട് ഡയഗ്രാം. ഈ എൻകോഡർ ഇതാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഇഫ് യു ആർ ആക്ടിവേറ്റിംഗ് എനി വൺ ഇൻപുട്ട് ലൈൻ യു ഹാവ് ടു ഗെറ്റ് ദ 3-bit ഔട്ട്പുട്ട് സീക്വൻസ്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം. വൺ മോർ തിങ്, നമ്മൾ ഇവിടെ ഒക്ടൽ ടു ബൈനറി എന്ന് പറയാനുള്ള റീസൺ, ദിസ് ഇൻപുട്ട് വി ക്യാൻ കൺസിഡർ ഇൻപുട്ട് 0 to 7 നമ്മുടെ ഒക്ടൽ നമ്പേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ. അപ്പോൾ ഓരോ ഒക്ടൽ നമ്പറിനും ഇക്വിവാലന്റ് ആയിട്ടുള്ള ബൈനറി ആണ് എന്തിൽ നിന്ന് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ദാറ്റ് ഈസ് വൈ an 8 line to 3 line encoder can be called as octal to binary encoder, because at the input side we are applying octal numbers, or we can say each input line represent a particular octal number and corresponding binary code will be available at the output upon activating any one of the input signal. So we can say it is octal to binary encoder. Now we have to obtain the circuit diagram. So circuit diagram consider ചെയ്യുമ്പം you will be having 8 input lines and 3 output lines. So first of all, you have to write these output lines in terms of input, or you have to find the expression for output. Okay, here we can say this A2 become 1 for all these combination. Okay, so we can write A2 is equal to D4 plus D5 plus D6 plus D7. That means, or we can say for D4 or D5 or D6 or D7, if any one of this line is set to high at the input side, നമുക്ക് A2 എന്ന് പറഞ്ഞ ടെർമിനലിൽ എന്ത് കിട്ടണം? 1 കിട്ടണം അല്ലെ. അതല്ലേ ഇതിന്റെ മീനിങ്. ദാറ്റ് ഈസ് നമ്മൾ അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു ലൈനെ ആക്ടിവേറ്റ് ചെയ്യുള്ളൂ. അത് D4 ആണെങ്കിലും D5 ആണെങ്കിലും D6 ആണെങ്കിലും D7 ആണെങ്കിലും അതിൽ നിന്ന് 4 ഏത് ആക്ടിവേറ്റ് ചെയ്താലും യു ഹാവ് ടു ഒബ്റ്റെയിൻ എ ഹൈ വാല്യൂ അറ്റ് A2. മനസ്സിലായോ? അതുകൊണ്ട് നമുക്ക് A2നെ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ A2 ക്യാൻ ബി റിട്ടൺ ആസ് സം ഓഫ് ദിസ്, ദാറ്റ് ഈസ് ഫോർ ഓറിന് നമുക്ക് പ്ലസ് വെച്ച് എഴുതാലോ. സോ ഹിയർ വി ക്യാൻ റൈറ്റ് D4 പ്ലസ് A2 is equal to D4 plus D5 plus D6 plus D7. Okay. Similarly, for A1 we can say when A1 is getting a high value, for D2 D3, for D2 D3 A1 equal to 1, and for D6 and D7 also A1 equal to 1. So we can write the expression for A1 as D2 plus D3 plus D6 plus D7. Okay, A1 equal to D2 plus D3 plus D6 plus D7. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇതിൽ 1 ആവുന്ന കോമ്പിനേഷന് കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുക. അതേപോലെ A0 ഈക്വൽ ടു D1 പ്ലസ് D3 പ്ലസ് D5 പ്ലസ് D7. D0 ഔട്ട്പുട്ടിൽ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. സോ D0 ക്യാൻ ബി ടേക്കൺ ആസ് ഡോൺ കെയർ. ഓക്കെ, സോ ഇക്വേഷൻസ് ഒന്നുകൂടെ നോക്കുക. നമ്മുടെ ഇക്വേഷൻസ് ഇങ്ങനെ എഴുതുന്നുള്ളൂ. എൻകോഡറിന്റെ കേസിൽ A2ന്റെ ഇക്വേഷൻ എഴുതുമ്പം A2 ഏതെങ്കിലും ഇൻപുട്ട് വരുമ്പോഴാണ് 1 ആവുന്നത് നോക്കുക.
That is D4, D5, D6, D7. So A2 is equal to D4 plus D5 plus D6 plus D7. And A1 ഏതൊക്കെ കോമ്പിനേഷൻ 1 ആവുന്ന നോക്കുക. D2, D3, D6, D7. So A1 is equal to D2 plus D3 plus D6 plus D7. And A0. A0 1 ആവുന്ന കോമ്പിനേഷൻസ് D1, D3, D5 and D7. So A1 is equal to D1 plus D3 plus D5 plus D7. Where D0 എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് വൈ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ഡോണ്ട് കെയർ. ഇക്വേഷൻസ് ഇവർ എല്ലാവരും നോട്ട് ചെയ്തോ? Okay. Now from this equation you can draw the logic diagram. എങ്ങനെയായിരിക്കും വരക്കുക എന്ന് പറഞ്ഞേ. ഇക്വേഷൻസ് വെച്ചിട്ട് ലോജിക് ഡയഗ്രാം എങ്ങനെയായിരിക്കും വരക്കുക? ഒന്നും വേണ്ട, നിങ്ങൾ എല്ലാ ഇൻപുട്സും വരക്കുക. പിന്നെ ഏത് ഗേറ്റാ വേണ്ടേ? ഏത് ഗേറ്റ് ആയിരിക്കും യൂസ് ചെയ്യാം? ഏത് ഗേറ്റാ യൂസ് ചെയ്യണ്ടേ? ഈ ഫംഗ്ഷൻസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ ഏത് ലോജിക്? ഓർ ഗേറ്റ്. ഓക്കെ, സോ ഓർ ഗേറ്റ് യൂസ് ചെയ്ത് നോട്ടോ ആവശ്യമില്ലല്ലോ, എവിടെയും കോംപ്ലിമെന്റ് വരുന്നില്ലല്ലോ. ഓർ ഗേറ്റ്സ് യൂസ് ചെയ്തിട്ട് വി ക്യാൻ ഇംപ്ലിമെന്റ് ദിസ് ലോജിക്. ദാറ്റ് ഈസ് നോക്ക്, ഇൻപുട്ട് D0 ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ D1 to D7 ഇൻപുട്സ്. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതേപോലെ ഓർ ഗേറ്റ്സ് വെച്ചിട്ട് ഫസ്റ്റ് A2ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് വരക്കുമ്പോൾ ഇൻപുട്ടിൽ എന്തൊക്കെ വരണം? D4, D5, D6, D7. സോ കണക്ഷൻസ് ഇതുപോലെ കൊടുക്കുക. D4, D5, D6 ആൻഡ് D7. ഓക്കെ, അതേപോലെ A1 വരുമ്പോൾ ദറ്റ് ഈസ് D2, D3, D6, D7. ആ പോയിന്റ്സിൽ കണക്ഷൻ കൊടുക്കുക. A0 ആണെങ്കിൽ D1, D3, D5, D7. ഓക്കെ, that is the logic diagram for 8-line to 3-line encoder. Okay, that will be having 8 input lines and 3 output lines. Corresponding to activation of one of the input line, it will produce a 3-bit output code. സർക്യൂട്ട് വരച്ചു കഴിഞ്ഞാൽ പറയണേ. വരച്ചോ? ലോജിക് ഡയഗ്രാം വരച്ചോ എല്ലാവരും? 8 to 3 line എൻകോഡറിന്റെ
ഓക്കെ, സോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒന്ന് നോക്കിക്കോ. നമ്മൾ പറഞ്ഞു ഇത്രയും ഇൻപുട്ട് ലൈൻസ് ആണ് അല്ലെ. സോ ഫോർ എൻ എൻകോഡർ സർക്യൂട്ട് എനി വൺ ഓഫ് ദ ഇൻപുട്ട് ഈസ് ആക്ടിവേറ്റഡ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം. ഓക്കെ, ഇപ്പം D5 ആക്ടിവേറ്റ് ചെയ്തു എന്നിരിക്കാം. D5 ആക്ടിവേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ വി ആർ അപ്ലൈയിങ് എ ഹൈ വാല്യൂ, എ ലോജിക് 1 ടു ദ ഇൻപുട്ട് ടെർമിനൽ D5 ആൻഡ് ഓൾ അതർ ഇൻപുട്ട് ടെർമിനൽസ് വിൽ ബി 0. ഒരു എക്സാമ്പിൾ മാത്രം കൺസിഡർ ചെയ്യാൻ എൻ്റെ വർക്കിംഗ് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഹിയർ activating one of the input means we are giving a high value to that particular input. All other inputs are kept at logic low value. Okay, so here we are activating the input D5. ഒരു ഇൻപുട്ട് മാത്രം ആക്ടിവേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ആ ഒരു ഇൻപുട്ടിൽ മാത്രം ലോജിക് 1 അപ്ലൈ ചെയ്യുന്നു, ബാക്കി എല്ലാ ഇൻപുട്ടും എന്തായിരിക്കും, ലോജിക് 0 ആയിരിക്കും. ദെൻ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നിങ്ങൾ ഇവിടെ ഫോർ A2 D7 0 ആണ്, D6 0 ആണ്, D5ന്റെ കണക്ഷൻ ഉണ്ട് അല്ലെ, D5 1 ആണ്, ദെൻ D4 അഗെയിൻ 0. സോ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് ഓഫ് A2? എന്തായിരിക്കും? ഓർ ഗേറ്റിൽ 0 0 1 0 വന്നു, ഔട്ട്പുട്ട് എന്തായിരിക്കും? ഓർ ഗേറ്റിന്റെ ഇൻപുട്ടിൽ 0 0 1 0 വന്ന ഔട്ട്പുട്ട് എന്തായിരിക്കും? എന്തായിരിക്കും? കുട്ടികളെ 1, കാരണം ഓർ ഗേറ്റിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാലും മതി ഔട്ട്പുട്ട് 1 ആവാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഹിയർ A2 വിൽ ബി ഈക്വൽ ടു 1 ആൻഡ് വാട്ട് വിൽ ബി A1? A1ന്റെ കേസ് നോക്കിക്കേ. A1ൽ കണക്റ്റഡ് ആയിട്ടുള്ളത് D7, അത് 0 ആണ്, D6 0 ആണ്, ദെൻ D3 ദാറ്റ്സ് ഓൾസോ 0 ആൻഡ് D2 ദാറ്റ്സ് ഓൾസോ 0. ഓൾ ഇൻപുട്സ് ആർ 0. ഇൻ ദാറ്റ് കേസ് ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് വിൽ ബി 0. ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആണെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻപുട്ടെങ്കിലും 1 ആയാൽ മതി. ഒന്നോ അതിലധികം മോർ ദാൻ 1 ഇൻപുട്സും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ഈക്വൽ ടു 1. ഓക്കെ, ആൻഡ് കറസ്പോണ്ടിങ് ടു A0, A0ന്റെ ചെക്ക് ചെയ്യുക, D7 0, ദെൻ നെക്സ്റ്റ് ഇൻപുട്ട് വരുന്ന D5 ദാറ്റ് ഈസ് 1 ആൻഡ് D3 0 and D1 0. So one of the input is 1. So output of OR gate will be 1. So corresponding to D5, it will produce the combination 1 0 1. That means corresponding to our binary അല്ലേ, നമ്മുടെ 5ന് ഇക്വലന്റ് ആയിട്ടുള്ള ബൈനറി കോമ്പിനേഷൻ ആണ് ഏത്, 1 0 1. Or you can see from the table this D5, upon the activation of this D5, it will produce the output 1 0 1, right? മനസ്സിലായി? ഇതുപോലെ ഓരോ കോമ്പിനേഷനും അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു ഇൻപുട്ട് ആക്ടിവേറ്റ് ചെയ്യുക. ഒരു ഇൻപുട്ട് ആക്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആക്ടിവേറ്റ് ചെയ്യേണ്ട ഇൻപുട്ട് ടെർമിനലിൽ മാത്രം എന്ത് ചെയ്യുക, ഇൻപുട്ട് ലോജിക് ഹൈ കൊടുക്കുക, ബാക്കിയെല്ലാം 0 കൊടുക്കുക. ദെൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോമ്പിനേഷൻ ഓഫ് ബിറ്റ്സ് ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യും. ക്ലിയർ ആണോ എൻകോഡറിന്റെ ഓപ്പറേഷൻ? ആകെ 2 3 പേരെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ളവരുടെ കേസ് എന്താ, ക്ലിയർ ആണോ? ഗേൾസ്, സോ ദാറ്റ്സ് അബൌട്ട് എൻകോഡർ. ഞാൻ ബാക്കി പറയാനുള്ളത് ക്ലാസ്സിൽ വന്നിട്ട് പറയാം കേട്ടോ. നെക്സ്റ്റ് സർക്യൂട്ട് ഇസ് ഡീകോഡർ. ഓക്കെ, സോ ഡീകോഡർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ച്വലി പെർഫോം ദ റിവേഴ്സ് ഓപ്പറേഷൻ ഓഫ് എൻകോഡർ. എൻകോഡർ എന്താണോ ചെയ്തത് അതിന്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷൻ. ഓക്കെ, എൻകോഡറിൽ വി ആർ മേക്കിംഗ് വൺ ഓഫ് ദ ഇൻപുട്ട് ടെർമിനൽ ആക്ടിവേറ്റഡ് ഓർ വൺ ഓഫ് ദ ഇൻപുട്ട് ടെർമിനൽ ഈസ് അപ്ലൈഡ് വിത്ത് ലോജിക് ഹൈ വാല്യൂ ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് an n-bit output sequence corresponding to the input. Okay. Here, in a decoder, the reverse is the operation. A decoder is a logic circuit that converts an n-bit binary input that you are applying a combination of bits at the input terminal.
n-bit binary input to m output lines such that only one output line is activated for each of the possible combination of the inputs. So ഇൻപുട്ടിൽ നമ്മൾ ഒരു n-bit കോമ്പിനേഷൻ അപ്ലൈ ചെയ്യുന്നു. അത് ഔട്ട്പുട്ടിൽ നമുക്ക് m ലൈൻസ് അവൈലബിൾ ആണ്. സോ ഇൻപുട്ടിൽ ഒരു പെർട്ടിക്കുലർ കോമ്പിനേഷൻ അപ്ലൈ ചെയ്താൽ കറസ്പോണ്ടിങ് ആയിട്ട് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ലൈൻ മാത്രം എന്ത് ചെയ്യുക, ആക്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യം തിരിച്ചാലോചിച്ച് നോക്കുക. ഇപ്പൊ എൻകോഡറിന്റെ കേസിൽ ഞാനിപ്പോൾ ഈ D1 എന്ന് പറഞ്ഞ ഇൻപുട്ട് ലൈൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ എന്ത് ചെയ്യും, 001 പ്രൊഡ്യൂസ് ചെയ്യും അല്ലെ. നേരെ തിരിച്ചാണ് ഡീകോഡറിൽ വരുന്നത്. ഈ 001 എന്ന് പറയുന്ന ഒരു ബൈനറി കോമ്പിനേഷൻ ഇൻപുട്ടിലോട്ട് അപ്ലൈ ചെയ്യുന്നു. കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് ചെയ്യും, ഈ D1 എന്ന് പറഞ്ഞ ലൈനിൽ മാത്രം ഔട്ട്പുട്ട് ഹൈ ആവും, ബാക്കിയെല്ലാം ലോ ആയിരിക്കും. മനസ്സിലായോ? അതായത് ഇതിന്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷൻ. എൻകോഡർ വരുമ്പോൾ നിങ്ങൾ D1 എന്ന് പറയുന്നത് ഇൻപുട്ടിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം ഹൈ ആക്കുന്നത്, കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബൈനറി കോമ്പിനേഷൻ ഔട്ട്പുട്ടിൽ പ്രൊഡ്യൂസ് ചെയ്യാണ്. ഡീകോഡറിൽ നേരെ തിരിച്ച് എന്ത് ചെയ്യുന്നു, നിങ്ങളൊരു ബൈനറി കോമ്പിനേഷൻ നമ്പർ ഓഫ് ബിറ്റ്സ് ഇൻപുട്ടിലോട്ട് അപ്ലൈ ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ അവൈലബിൾ ഔട്ട്പുട്ട്സിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം ഔട്ട്പുട്ട് ഹൈ ആവുന്നു, ബാക്കിയെല്ലാം ലോ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ബേസിക് വർക്കിംഗ് ഓഫ് ഫംഗ്ഷൻ ഓഫ് ഡീകോഡർ സർക്യൂട്ട്. മനസ്സിലായോ? സോ ഇറ്റ് കൺവേർട്സ് an n-bit binary input into m output line such that only one output line is activated for each possible combination of the inputs. Okay, so if you will be having n inputs, means you can have 2 raised to n outputs. Okay, n input വെച്ചിട്ട് നമുക്ക് എന്താണ് 2 raised to n combinations possible ആണ്. So for each combination, any one of the output terminal will become high. മനസ്സിലായോ? ഡീകോഡറിന്റെ ഫംഗ്ഷൻ മനസ്സിലായോ? നമുക്ക് സർക്യൂട്ട് ഒക്കെ പറയാം. ഫംഗ്ഷൻ മനസ്സിലായോ? ഓക്കെ, ആ ബ്ലോക്ക് ഡയഗ്രം ഒന്ന് വരച്ചു വെച്ചോ. യു വിൽ ബി ഹാവിംഗ് n inputs and m outputs. So corresponding to these n inputs, you will be having, it is possible to have 2 raised to n combinations. So ആ 2 raised to n combinationsന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് m equal to 2 raised to n ആയിരിക്കും, ഓർ അതിനെക്കാട്ടി ലെസ് ആവാം. Then corresponding to each binary combination at the input terminals, this decoder produce a logic high value at any one of the output terminal. Okay, so let us see. That is, ഞാൻ ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. Since each of the n inputs can have 0 or 1, n inputs 0 or 1 ആയിരിക്കും. There will be 2 raised to n combinations. There are the 2 raised to n ആണ്. 2 raised to, sorry. There are 2 raised to n possible input combinations. So for each of these combinations, only one of the output will be activated, that is become high. All other output will be in low state. So n inputന് നിങ്ങൾക്ക് 2 raised to n combinations ഉണ്ട്. ആ 2 raised to n for example നമുക്ക് 3 n equal to 3 ആണെങ്കിൽ നിങ്ങൾക്ക് 2 raised to 3 8 possible combinations ഉണ്ട്. ഇനി ഓരോ കോമ്പിനേഷനും കറസ്പോണ്ടിങ് ആയിട്ട് ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ലൈൻ മാത്രം എന്ത് ചെയ്യുക, ഹൈ ആവും, ബാക്കിയെല്ലാം 0യിൽ മെയിൻറ്റെയിൻ ചെയ്യും. ദാറ്റ് ആർ ഡീകോഡർ സർക്യൂട്ട്സ്. ലെറ്റ് us see one example. നേരെ തിരിച്ച്, അപ്പൊ ഇതൊന്ന് നോക്കണം, ഈ സ്പെസിഫിക്കേഷൻ ഒന്ന് നോക്കണം. 3 line to 8 line ഡീകോഡർ. എൻകോഡർ ആകുമ്പോൾ നമുക്ക് 8 line to 3 line എൻകോഡർ ആയിരുന്നു അല്ലെ. നേരെ തിരിച്ചിവിടെ 3 line to 8 line ഡീകോഡർ. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി ഹാവിംഗ് 3 ഇൻപുട്ട് ലൈൻസ് and 8 output lines. Okay, so let us see the truth table. That is, for this case, generally we can say there will be 3 input lines. We are representing it as A, B, C. Okay, A, B and C. These are the 3 input lines, and you will be having 8 output lines. That ഒരു ജനറലായിട്ട് ഒരു ബ്ലോക്ക് ഡയഗ്രാം വരച്ചു. D0, then D1 എക്സെട്ര, അങ്ങനെ D2, D3, D4,
D5, D6, and D7. You'll be having 8 output lines. Okay, 3 input lines and 8 output lines for a 3-line to 8-line decoder. Okay, and how will be our output? For these 3 input, you can apply the any possible combination of 3 bits. So 3 bits വെച്ചിട്ട് നമുക്ക് ഈ 8 combinations possible ആണ്. അറിയാലോ 000, 001, 010, 011, 100, 101, 110, and 111. So for 3 input, using 3 input, we can have these 8 different combinations. Okay, and corresponding to each combination. For example, if you are applying ABC equal to 000, then this D0, only one of the output, which one? Only D0 will get high value. All other output will be 0. And if you are applying 001 to this terminals ABC, corresponding to this, another output, that is, we can say D1 will be 1, all other will be 0. So corresponding to each input combination, any one of the output, only one of the output will become high value, all other output will be 0. Okay, so number of inputs, we are taking number of inputs as n. So if you will be having n inputs, you can get 2 raised to n different combinations. Here n equal to 3, so that we can get 8 different combinations. And that much output, 8 output lines are there. And you can give any binary combination to the input terminal so that you will get a high value at any one of the output terminal. Okay. Truth table മനസ്സിലായോ? ഇതിന്റെ ട്രൂത്ത് ടേബിൾ മനസ്സിലായോ? 3-line to 8-line decoder. ഓക്കെ, ഇനി ഇതിന്റെ സർക്യൂട്ട് എങ്ങനെ വരയ്ക്കാമെന്നും കൂടെ നോക്കാം. സോ ഇതിന്റെ സർക്യൂട്ടിൽ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 3 ബിറ്റ് വെച്ചിട്ടുള്ള എല്ലാ കോമ്പിനേഷൻസും, അപ്പോൾ നമ്മൾ മൾട്ടിപ്ലക്സറൊക്കെ വരച്ചതുപോലെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ A, B, C 3 ലൈൻസ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ അതിന്റെ എല്ലാത്തിന്റെയും കോംപ്ലിമെന്റും നമുക്ക് വേണം, അല്ലെ? എല്ലാ കോമ്പിനേഷൻസും കിട്ടണമെങ്കിൽ ഇതിന്റെയൊക്കെ കോംപ്ലിമെന്റും വേണ്ടി വരും. സോ നിങ്ങൾ ഇതുപോലെ ഇതുപോലെ വരച്ചു. സോ A, B, C 3 ഇൻപുട്ട് ലൈൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ 3 ഇൻപുട്ട് ലൈൻസ് ഉണ്ട്. അതേപോലെ അതിന്റെ കോംപ്ലിമെന്റ്സ്, ഹിയർ you will be having A bar, and here B bar and C bar. Okay, so ഈ 3 ലൈൻസിൽ, അതായത് ഈ ഹൊറിസോണ്ടൽ ലൈൻസിൽ you will be having ABC, and on the vertical lines you will be having A bar, B bar and C bar. അപ്പൊ അത്രയും ആദ്യം വരച്ചു വെക്കുക, ഇത്രയും പോർഷൻ. ദെൻ നിങ്ങൾ ഓരോന്നും നോക്കുക. ഈ D0 കിട്ടണമെങ്കിൽ ഞാനൊന്ന് പറയുന്നത് വരച്ചോട്ടെ. D0 കിട്ടണമെങ്കിൽ എന്താണ്? ഫോർ ABC equal to 00, D0 become equal to 1. ഓക്കെ, സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേം എന്തായിരിക്കും? ഈ 000 കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേം, ദാറ്റ് ഈസ് A bar into B bar into C bar. ഓക്കെ, സോ നമുക്ക് ആ D0 പ്രൊഡ്യൂസ് ചെയ്യാൻ യു ക്യാൻ കണക്ട് A bar, B bar, C bar into an AND gate. That is here you can see D0. ഓക്കെ, കണക്ട് ചെയ്തതുണ്ടോ? ഇത് A bar and sorry അതല്ല, സോ D0ന്റെ കണക്ഷൻസ് ഒന്ന് നോക്കിക്കേ. ഇത് ഹിയർ ദിസ് ഈസ് A bar, റൈറ്റ്, ആൻഡ് ദിസ് ഈസ് B bar, ആൻഡ് ദിസ് വിൽ ബി C bar. കണ്ടോ? A bar, B bar, C bar കൂടി ഒരു AND ഗേറ്റ് കണക്ട് ചെയ്താൽ D0 കിട്ടി. ഇനി അതേപോലെ നെക്സ്റ്റ് ടേമിൻ്റെത്, ദാറ്റ് ഈസ് D1. D1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേം വരുന്നത് 001, ദാറ്റ് ഈസ് A bar, B bar, C. ഓക്കെ, so for D1 you can connect here A bar and
സോറി, ഇവിടെ ചെറിയൊരു കണക്ഷൻ മിസ്റ്റേക്ക് ഉണ്ട്. എ ബാറും ഇവിടെയല്ല ഈ കണക്ഷൻ വരേണ്ടത്, എ ബാർ ബി ബാർ. ഓക്കെ, 001 അല്ലേ? സോ എ ബാർ ഇതിങ്ങോട്ടേക്ക് വരക്കണേ. എ ബാർ ബി ബാർ ആൻഡ് സി. സി ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ? സി ലൈനിലാണ് നിർത്തിയേക്കുന്നത് ഇവിടുന്ന്, ഈ പോയിന്റ് നിന്ന്. ഓക്കെ, ഇതല്ലേ സിന്റെ ലൈൻ. സോ ഇത് സി. സോ എ ബാർ ബി ബാർ, ഈ പോയിന്റ്, ഈ കണക്ഷൻ ഇവിടെയാണ്. ബി ബാർ സി, ദാറ്റ് ഈസ് D1. ഓക്കെ, ലൈക്ക് ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ടേബിളിലെ ഓരോ കോമ്പിനേഷനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേംസ് എഴുതിയിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, ഒരു കാര്യം ചെയ്തോ, ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ ഈ ഡയഗ്രാം, എന്നിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ടേബിൾ എഴുതിയിട്ടുണ്ടാവില്ലേ? ഡയഗ്രാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റെഫറൻസ് ആയിട്ട് അവിടെ വെച്ചോ. നിങ്ങൾ ടേബിൾ നോക്കി സ്വന്തമായിട്ട് വരക്കാൻ നോക്കുക കേട്ടോ. ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഡയഗ്രാം യൂസ് ചെയ്യാം. ഓക്കെ, കാരണം മനസ്സിലായോ? അപ്പൊ നമുക്ക് നിങ്ങളൊന്ന് വരച്ചു നോക്ക്. വരക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ.